കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് ഡോക്ടർ ശശി തരൂർ. ഒരു ജനപ്രതിനിധി എന്നതിലുപരി കേരളത്തിലെ യുവാക്കൾക്കിടയിലും നിഷ്പക്ഷ വോട്ടർമാർക്കിടയിലും തരൂർ സ്വാധീനം ചെലുത്തുന്നുവെന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ അദ്ദേഹത്തിന്റെ പര്യടനത്തിനിടെ മലപ്പുറം വണ്ടൂരിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ശനിയാഴ്ച രാത്രി വണ്ടൂർ ചെള്ളിത്തോട് വെച്ചുണ്ടായ ആക്രമണം വെറും ഒരു യാദൃച്ഛികമായ തർക്കമല്ലെന്നും അതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നും ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയിരിക്കുകയാണ്. ശശി തരൂർ എം പി പങ്കെടുത്ത മലപ്പുറത്തെ വിവിധ പരിപാടികൾക്ക് ശേഷം മടങ്ങുന്നതിനിടെയാണ് സംഭവം അരങ്ങേറുന്നത്. ചെള്ളിത്തോട് എന്ന സ്ഥലത്ത് വെച്ച് വാഹനത്തിരക്കിനിടെ ഹോൺ മുഴക്കിയതുമായി ബന്ധപ്പെട്ട് ചിലർ തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. എന്നാൽ ഈ തർക്കം പെട്ടെന്ന് തന്നെ ആക്രമണത്തിലേക്ക് വഴിമാറി. സാധാരണഗതിയിൽ റോഡിലെ തർക്കങ്ങൾ വാക്കേറ്റത്തിൽ അവസാനിക്കാറാണുള്ളത്. എന്നാൽ ഇവിടെ വാഹനത്തിനുള്ളിൽ ശശി തരൂർ ഉണ്ടെന്ന് മനസ്സിലാക്കിയതോടെ അക്രമികൾ കൂടുതൽ പ്രകോപിതരാവുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന സൂചന. എം പിയുടെ കാറിന്റെ ബോണറ്റിൽ അടിക്കുകയും അസഭ്യം പറയുകയും ചെയ്ത സംഘത്തെ തടയാൻ ശ്രമിച്ചപ്പോഴാണ് ഗൺമാന് നേരെ കയ്യേറ്റമുണ്ടായത്. ഔദ്യോഗിക സുരക്ഷാ ഉദ്യോഗസ്ഥനെ പോലും വകവയ്ക്കാതെ ഒരു സംഘം ആക്രമണത്തിന് മുതിർന്നു എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പ്രതികളായ പോലീസ് കസ്റ്റഡിയിലെടുത്ത 3 പേരും പ്രദേശത്തെ സ്ഥിരം കുറ്റവാളികളും CPM അനുകൂലികളായ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെയാണ് ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന ആരോപണം ശക്തമായത്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും സ്വാധീനമുറപ്പിക്കാൻ ലക്ഷ്യമിട്ട് ശശി തരൂർ നടത്തുന്ന പര്യടനം ഇതിനോടകം തന്നെ 50 മണ്ഡലങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. വടക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ തരൂരിന് ലഭിച്ച വൻ ജനപങ്കാളിത്തം രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഈ ജനപ്രീതി കേവലം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നതാണ് എതിരാളികളെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നത്. കേരളത്തിലെ യുവതലമുറയ്ക്കിടയിൽ ശശി തരൂർ എന്ന വ്യക്തിത്വത്തിന് വലിയ സ്വീകാര്യതയുണ്ട്. വികസനത്തെക്കുറിച്ചും ആഗോള രാഷ്ട്രീയത്തെക്കുറിച്ചും കൃത്യമായി കാഴ്ചപ്പാടുള്ള ഒരു നേതാവായിട്ടാണ് അവർ തരൂരിനെ കാണുന്നത്. മലപ്പുറത്തെ പരിപാടികൾ കണ്ട അത്ഭുതപൂർവ്വമായ തിരക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ തരൂരിനുള്ള വിശ്വസ്തതയാണ് അടയാളപ്പെടുത്തുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന നേതാവെന്ന നിലയിൽ തരൂർ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. പരമ്പരാഗത രാഷ്ട്രീയ ചട്ടക്കൂടുകൾക്ക് പുറത്തുള്ള വലിയൊരു വിഭാഗം വോട്ടർമാരെ ആകർഷിക്കാൻ തരൂരിന് സാധിക്കുന്നുമുണ്ട്. ഇത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ പല മണ്ഡലങ്ങളിലെ ഫലം നിശ്ചയിക്കുന്നതിൽ നിർണായകമാകും. ഈ ഘടകങ്ങളെല്ലാം മുൻനിർത്തി നോക്കുമ്പോൾ തരൂരിന്റെ പര്യടനം തടയുക എന്നത് രാഷ്ട്രീയ എതിരാളികളുടെ ആവശ്യമായി മാറുന്നു. ശാരീരികമായി ഉപദ്രവിക്കുക എന്നതിലുപരി ഇത്തരം ആക്രമണങ്ങളുടെ ഒരു ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കാനും പര്യടനത്തിന്റെ വേഗത കുറയ്ക്കാനുമാണ് അണിയറയിൽ ഗൂഢാലോചന നടന്നതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. വണ്ടൂരിൽ പിടിയിലായവർ പോലീസിന്റെ ഗുണ്ടാ ലിസ്റ്റിൽ ഉള്ളവരാണെന്നത് സംഭവം ഗൗരവം ഇരട്ടിയാക്കുന്നു. രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ ക്രിമിനൽ സംഘങ്ങളെ ഉപയോഗിക്കുന്ന രീതി കേരള രാഷ്ട്രീയത്തിൽ പുതിയതല്ലെങ്കിലും ഒരു MPക്കും അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന് നേരെ ഇത്രയും പരസ്യമായ ഒരു ആക്രമണം നടക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിന് വലിയ വെല്ലുവിളിയാണ്. വണ്ടൂർ നോർത്ത് പോലീസ് നിലവിൽ ശാസ്ത്രീയമായി തെളിവുകൾ ശേഖരിച്ചു വരികയാണ്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിലൂടെ അക്രമികൾക്ക് പിന്നിൽ ആരെങ്കിലും ഉന്നതതലത്തിൽ നിന്ന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സാധിക്കും. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നതിനും മർദ്ദനം ഏൽപ്പിച്ചതിനും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ടെങ്കിലും ഇതിന് പിന്നിലെ രാഷ്ട്രീയ യജമാനന്മാരെ കണ്ടെത്തുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. തരൂരിനെതിരെയുള്ള ആക്രമണത്തെ ഒറ്റക്കെട്ടായാണ് UDF നേരിടുന്നത്. KPCC നേതൃത്വവും പ്രതിപക്ഷ നേതാക്കളും ഈ സംഭവത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തി. ഭീഷണിപ്പെടുത്തി തരൂരിനെ പിന്തിരിപ്പിക്കാമെന്നത് എതിരാളികളുടെ വ്യാമോഹം മാത്രമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. കോഴിക്കോടും കണ്ണൂരിലും വരാനിരിക്കുന്ന പരിപാടികൾ മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കും. മാത്രമല്ല, ഇത്തരം അക്രമങ്ങൾക്കെതിരെയുള്ള ജനവികാരം വോട്ടായി മാറ്റാനാണ് UDF ലക്ഷ്യമിടുന്നത്. ഞങ്ങൾ തോക്കുകളെ ഭയപ്പെടുന്നവരല്ല, ജനങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്തെന്ന സന്ദേശമാണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഇപ്പോൾ പടരുന്നത്. വരാനിരിക്കുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശശി തരൂർ വഹിക്കാൻ പോകുന്ന പങ്ക് വളരെ വലുതാണെന്ന് ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നു. മലബാറിൽ തരൂർ സൃഷ്ടിക്കുന്ന ചലനം വടക്കൻ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്. CPMന്റെയും BJPയുടെയും കോട്ടകളിൽ വിള്ളലുണ്ടാക്കാൻ തരൂരിന്റെ സാന്നിധ്യത്തിന് കഴിയുന്നു എന്നതും വസ്തുതയാണ്. വണ്ടൂരിലെ ആക്രമണം രാഷ്ട്രീയ കേരളത്തിന് നൽകുന്ന ചില മുന്നറിയിപ്പുകളുണ്ട്. രാഷ്ട്രീയമായ സംവാദങ്ങൾക്ക് പകരം കായികമായ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു. ക്രിമിനൽ സംഘങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ സംരക്ഷണയിൽ വളരുന്നു. ജനപ്രിയ നേതാക്കളെ അടിച്ചമർത്താൻ ഭീഷണി ഒരു ആയുധമായി മാറുന്നു. എന്നാൽ കേരളത്തിലെ ബോധമുള്ള വോട്ടർമാർ ഇത്തരം അക്രമ രാഷ്ട്രീയത്തെ തള്ളിക്കളയുമെന്നാണ് ചരിത്രം വ്യക്തമാക്കുന്നത്. ശശി തരൂർ എന്ന നേതാവിനെ കൂടുതൽ ജനകീയനാക്കാൻ മാത്രമേ ഇത്തരം സംഭവങ്ങൾ ഉപകരിക്കൂ. വണ്ടൂരിൽ നടന്നത് കേവലം ഒരു ഗതാഗത തർക്കമായി കാണാൻ കഴിയില്ല. അത് വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തെ തടയാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. ശശി തരൂരിന്റെ ഗൺമാന് നേരെയുണ്ടായ ഓരോ കയ്യേറ്റവും ജനാധിപത്യ മൂല്യങ്ങൾക്ക് നേരെയുള്ള ആഘാതമാണ്. പോലീസ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തി കുറ്റവാളികളെയും അവർക്ക് പിന്നിലുള്ളവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഭീഷണികൾക്കും ആക്രമണങ്ങൾക്കും മുന്നിൽ പതറാതെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള തരൂരിന്റെ തീരുമാനം കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുമെന്നതും ഉറപ്പാണ്. വടക്കൻ കേരളത്തിലെ മണ്ണിൽ നിന്നും ഉയരുന്ന ഈ തരൂർ തരംഗം ഒരു കൊടുങ്കാറ്റായി മാറുമോ എന്ന് വരും ദിവസങ്ങൾ തെളിയിക്കും.